വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വനിതാ പ്രവർത്തകർക്ക് നേരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്നാണ് പരാതിയും ആക്ഷേപവും ഉയരുന്നത്. ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് തന്നെ പറയുകയാണ്. നമ്മുടെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ വനിതാ കൗൺസിലർമാരുണ്ട്. ഇന്നലെ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഇന്നലെ മഹിളാ മോർച്ചയുടെ ഒരു മാർച്ചായിരുന്നു വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ. അതിൻ്റെ തലേ ദിവസം നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് എന്നിട്ടുള്ള മാർച്ചായിരുന്നു. മഹിളാ മോർച്ച പ്രവർത്തകരുണ്ടായിരുന്നു, ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു മാർച്ച്. സ്വാഭാവികമായിട്ട് മാർച്ചിൽ ആ തലേ ദിവസത്തെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം മഹിളാ മോർച്ച പ്രവർത്തകരാണ്. കാരണം അവരുടെ കൂടെയുള്ള സഹോദരന്മാർക്കാണ് ഇത്രത്തോളം കാരണം ക്രൂരമായിട്ടുള്ള പോലീസിൻ്റെ പീഡനത്തിന് ഇരയായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആ പ്രതിഷേധം വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുമായിട്ട് ഇപ്പോൾ നേരത്തെ മേയർ സൂചിപ്പിച്ച പോലെ വനിതാ മഹിളാ മോർച്ചയുടെ മാർച്ചാണ്. അപ്പോൾ കൂടുതൽ അവിടെ ഉണ്ടാവേണ്ടത് മഹിളാ പോലീസ് തന്നെയായിരുന്നു. പക്ഷേ ആ ഫൈറ്റ്, അതായത് പ്രതിഷേധം മുന്നോട്ട് പോയപ്പോൾ അവിടെ കൂടുതലുണ്ടായത്. കാരണം ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാറി പ്രതിഷേധ തൊട്ട് പുറകിലാണ് നിന്നത്. അപ്പോൾ ഞാൻ കണ്ടത് ഈ വനിതാ പോലീസുകളൊക്കെ ഈ പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കുവാണ്. ആ ഫൈറ്റ് അവിടെ നിൽക്കുന്ന അത്രയും പുരുഷ പോലീസും 2 or 3 കൂടിപ്പോയി മാക്സിമം 5 പേര്, 5 വനിതാ പോലീസാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ വനിതാ പോലീസും മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ 5 വനിതാ പോലീസുകളും ബാക്കി പുരുഷ പോലീസുകളും ഒക്കെയാണ് ഈ ഒരു കൗൺസിലേഴ്സിനെയും മഹിളാ പ്രവർത്തകരെയൊക്കെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതി വളരെ മോശം രീതിയിൽ. ഇങ്ങനെ ഞങ്ങൾ പല സമരത്തിനുമൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും മൃഗീയമായിട്ടുള്ളൊരു ആക്രമണം നമ്മളാരും നേരിട്ടിട്ടില്ല. ഇത് വളരെ മോശം രീതിയിലാണ്. കാരണം നേരത്തെ മേയർ സൂചിപ്പിച്ച പോലെ മോശം രീതിയിൽ പുരുഷ പോലീസ് വളരെ വൃത്തികെട്ട ആക്ഷൻസ് കാണിച്ചിട്ടുള്ള ആളുകളുണ്ട്. വൃത്തികെട്ട രീതിയിൽ അത് കിട്ടിയ അവസരം മുതലാക്കി എന്ന രീതിയിൽ പലതും ചിലപ്പോൾ നമുക്ക് മീഡിയയിൽ കൂടി പറയാൻ സാധിക്കാത്ത രീതി വളരെ മോശം രീതിയിൽ വനിതാ പ്രവർത്തകരോട് സമീപിച്ച പോലീസുകാരും അതിനിടയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ മോശം സമീപനമാണ്. കൃത്യമായിട്ട് നമ്മൾ മേയർ സൂചിപ്പിച്ച പോലെ അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ശരിക്കും അങ്ങനെ ഒരു ആക്രമണം നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? ശരിക്കും പകച്ചു പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇത്രത്തോളം. കാരണം അവിടെ കൂടാതെ പല പ്രവർത്തകരുടെ മേത്തും കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരാളെയും 2 ആളെയും ഒന്നുമല്ല. അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്നലെ 4-5 ആളുകളുടെ കയ്യിലും ഇവിടെയൊക്കെ നന്നായിട്ട് കടിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസിൽ നേരത്തെ സൂചിപ്പിച്ചാലും പോലീസിൽ കടിക്കാനല്ലോ പഠിപ്പിക്കേണ്ടത്, അവർക്ക് അതിൻ്റേതായ ട്രെയിനിങ് ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും വളരെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ പലരും വയറിലൊക്കെ തന്നെ ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അത് ഇത്രയും കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതാരാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഏത് പോലീസാണ് ഞങ്ങൾ ഇത്രത്തോളം ആക്രമിക്കുന്നത്, അത് ഇത്രയും വയലൻ്റ് ആവാൻ കാരണം. കാരണം ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും മൃഗീയമായിട്ടൊരു പീഡനം, അതായത് മൃഗീയമായിട്ട് ഇത്രയും എന്താ പറയുക. കാരണം ഇങ്ങനെ ഒരു മഹിളാ പ്രവർത്തകർക്ക് നേരെ ഒരിക്കലും പുരുഷ പോലീസുകാർ സത്യം പറഞ്ഞാൽ അവിടെ ഇത്രയും ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും മുകളിൽ ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരം മനഃപൂർവ്വം ജനപ്രതിനിധികളൊന്ന് നോക്കി, അല്ലെങ്കിൽ മഹിളാ പ്രവർത്തകർ എന്തിനാണ് ഇവരിവിടെ ഇതിനു വേണ്ടി വരുന്നത്, ഒരു പ്രതിഷേധത്തിന് വേണ്ടി വരുന്നത് എന്ന് ഉദ്ദേശത്തോട് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത്. ഈ 5-6 വനിതാ പോലീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, അപ്പോൾ ഇവരൊക്കെ നോക്കി നിൽക്കുന്നു, ഇവർ മാറി നിൽക്കുന്നു? അല്ല, ഞങ്ങൾ കണ്ടതാണത്. ചേച്ചി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതായത് എനിക്ക് തോന്നുന്നു കുറേ വനിതാ പോലീസുകാരുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു സ്ട്രോങ് ആയിട്ട് പോയപ്പോൾ, അതായത് ഈ സമരം ഭയങ്കര രൂക്ഷമായിട്ട് രീതിയിൽ പോയപ്പോൾ 5-6 വനിതാ പോലീസുകൾ മാത്രമാണ് ആ ഭാഗത്ത്, അതായത് ഈ വനിതകളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും സൈഡിലോട്ട് മാറി നിൽക്കുമായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ വിഷ്വൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവരെല്ലാവരും മാറി സൈഡിൽ നിൽക്കുമായിരുന്നു. കാരണം ഇത് മഹിളകളുടെ നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് എന്തായാലും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതിന് എന്തായാലും മഹിളാ മോർച്ചയുടെ പരിപാടിക്ക് നല്ല ആളുകൾ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് അറിയാം. കാരണം ഇത് ആദ്യവും ആയിട്ടല്ല മഹിളാ മോർച്ച പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള പോലീസ് ക്രമീകരിക്കേണ്ടത് ആരാണ്? ഇവർ തന്നെയല്ലേ. അപ്പോൾ എന്നിട്ട് പോലീസ് തന്നെ ക്രമീകരിച്ചിട്ട് 5 പേരെ മാത്രം ഇവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നിർത്തി, ബാക്കി പുരുഷ പോലീസ് ബാക്കിൽ നിന്നിട്ട് അവരെ കവർ ചെയ്ത് ബ്ലോക്ക് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നാൽ, അപ്പോൾ ഇതാണല്ലോ സംഭവിച്ചത്. 5 വനിതാ പോലീസുകാരെ ഫ്രണ്ട് എന്നിട്ട് ബാക്കി പുരുഷ പോലീസുകളെല്ലാം നിന്നിട്ട് അവർക്ക് എന്തൊക്കെ കാണിക്കാം, എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കാം, അതൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പകച്ചു പോകുന്നൊരു സാഹചര്യം. പിന്നെ അത് കണ്ടു നിൽക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. മാത്രമല്ല മീഡിയയിൽ കൂടി വന്നത് അത് കണ്ടാൽ മനസ്സിലാവും. 5-6 ലേഡീസാണ് ഉണ്ടായിരുന്നത്. അവർ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ ആയിരുന്നു. അവരെ ഞങ്ങൾ സമരമുഖത്തേക്ക് അങ്ങോട്ട് കയറുമ്പോഴേക്കും അവർ തന്നെ ഇതിൻ്റെ കൂടെ വന്ന് വീഴുന്ന ഒരവസ്ഥയിലാണ്. അവരെ രക്ഷിക്കുകയാണ് നമ്മുടെ പ്രവർത്തകർ ചെയ്തത്. ഒരു ലേഡി വന്ന് വീണപ്പോൾ, ഒരു പോലീസുകാർ വീണപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സമരമുഖത്തേക്ക് പോയത്. സമരമുഖത്തേക്ക് പോകുമ്പം അവിടെ നിന്ന ആണുങ്ങളായിട്ടുള്ള പോലീസുകാർ എന്തൊക്കെ ആക്ഷൻ കാണിച്ചു,
അവിടെ അതിനടുത്ത് നിന്നവരാ പറഞ്ഞു അവരുടെ വയറ്റിൽ കയറി പിടിച്ചു. ഒരു കുട്ടിയുടെ ഇവിടെയൊക്കെ നല്ല കല്ലിച്ച് കിടക്കുന്നുണ്ട്. 5-6 പേര് മാത്രമേ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ. അല്ലാത്തവർക്ക് ഒരുപാട് പരിക്കുകളുള്ള ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. ഇങ്ങനൊരു കാടത്തം, പ്രാകൃത രൂപത്തിലുള്ള ഒരു കടിക്കുക, ഇടിക്കുക, വയറ്റിൽ കാണാത്ത രീതിയിലൊക്കെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സ്ത്രീ സമൂഹം, നമ്മൾ വെറുതെ ഒരു യുദ്ധത്തിന് പോകുന്നതല്ലല്ലോ, സാമൂഹികമായ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു സമരമുറയിലോട്ട് പോകുന്നതാണ്. അപ്പം അതിനിങ്ങനെയാണോ കാണിക്കേണ്ടേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് എന്തിനാണ് ഈ സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്നത്? നമുക്ക് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ബില്ല് തന്നെ പാസ്സാക്കാത്തതിൻ്റെ ഇവരൊക്കെ തന്നെയാണ് അതിന് കാരണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളോട് എങ്ങനെയൊക്കെ ക്രൂരത കാണിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ളൊരു ക്രൂരതയാണ് ഇന്നലെ കാണിച്ചത്. പക്ഷേ നമ്മൾ തിരിഞ്ഞ് അതൊരു സൂചക മാത്രമാണ്, ഇനി സൂചന മാത്രമാണ്. ഇന്ന് അടുത്ത രീതിയിലുള്ള നമ്മുടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും. അത്രയ്ക്കും ക്രൂരമായിരുന്നു എന്നുള്ളതാണ്. നിരവധി വനിതാ കൗൺസിലർമാരാണ് BJP. നമുക്കറിയാം BJP വനിതാ കൗൺസിലർമാർ എത്രയേറെ സമരവേദികൾ കഴിഞ്ഞ വർഷങ്ങളിലൂടെയൊക്കെ ഇവർ കടന്നു പോയിട്ടുള്ളത്. പക്ഷേ ഈ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ രീതിയിലുള്ള ഒരു ആക്രമണം, ഒരു പ്രത്യാക്രമണം, ഒരു കരുതിക്കുട്ടിയുള്ള ഒരു ആക്രമണം തന്നെയാണ് ഡെപ്യൂട്ടി മേയർ അടക്കം ആരോപിക്കുന്നത്. ക്യാമറാമാൻ സുരേഷിനൊപ്പം അൻഫ്രിഡ് ഡിസൂസ.